ഉണ്ട്. ഈ അയോൺസുള്ള കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുക, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യപ്പെടും. നമ്മൾ ഓക്സിജൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO4 2 മൈനസ് എന്താ വെച്ചാൽ എന്താ, എണ്ണയൊക്കെ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ആണ്, അപ്പോൾ അതിന് പ്ലസ് ഉണ്ടാവും അറിയാം. സോ 2 into 1 ദാറ്റ് ഇസ് 2 പ്ലസ് എസ് അറിഞ്ഞൂടെ എക്സ് എന്ന് വിളിക്കുകയാണ്, പ്ലസ് 4 into -2 കാരണം -2 ആണ് ഓക്സിജൻ അറിയാം. സോ -8 = 0. അപ്പോൾ എക്സ് +6 കിട്ടും. ഓക്കെ, ഇത് കറക്റ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗങ്ങൾ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് പഠിച്ചു വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൾഫേറ്റിൻ്റെ SO4 2- ആണ് എന്നുള്ള കാര്യം അറിയാം അല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം വെച്ചാൽ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്ത് കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് കൂട്ടങ്ങളുടെ ചാർജ് അറിയുന്നുണ്ടെങ്കിൽ സൾഫറിൻ്റെ SO4 2- ആണ്, സൾഫറിൻ്റെ SO4 2- ആണ്. അങ്ങനെ ആകുമ്പോൾ 2- ഇവിടെ വരുന്നുണ്ട്. സോ -2 എന്ന് വരും. പിന്നെ എക്സ് പ്ലസ് 4 × 2 -8 അങ്ങനെ നമുക്ക് ഇവിടുന്ന് കിട്ടും. +6 എന്ന് ഡയറക്റ്റ് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ S2Cl2. അപ്പോൾ സൾഫറിനാണ് എക്സ് അറിയാം, പിന്നെ നമുക്കറിയാം -2 എന്നറിയാം. -2 രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ -1 ആണ് ഒരു ക്ലോറിൻ്റെ, അപ്പം -2 തന്നെ = 0. സോ 2x = 2, x = 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ ചാർജ് അത് കംപ്ലീറ്റ്ലി 0 എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ്. ഓക്കെ, നേരത്തെ നമ്മൾ SO4 2- എന്തുകൊണ്ട് ഞാൻ ഇക്വേറ്റ് ചെയ്തിട്ട് -2 ഇക്വേറ്റ് ചെയ്ത്, കാരണം വെച്ചാൽ അതിൻ്റെ മുകളിൽ SO4 2- മുകളിൽ ചാർജ് -2 ആണ്. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഓക്സിജൻ നമ്പർ ഫോർ ഫോസ്ഫറസിൻ്റെ. അപ്പോൾ ഞാൻ ഫോസ്ഫറസിൻ്റെ എങ്ങനെയാണ് 2 mg നമുക്ക് അറിഞ്ഞൂടാ. ഫോസ്ഫറസിൻ്റെ നമുക്കറിയാം, മഗ്നീഷ്യത്തിന് അറിയാതെ 2+ ആണ്. അപ്പോൾ 2 mg ഉണ്ട്. സോ 4 + 2x അറിഞ്ഞൂടെ, mg അറിഞ്ഞൂടെ. -14 = 7 × 2 ദാറ്റ് ഈസ് 14 = 0. 2x -12 = 0. x = 6 എന്നുള്ളത് കിട്ടും. ഇവിടെ ഉള്ളത് വെച്ചാൽ 2x - 10 = 0, x = 5 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2S2O5. ഓക്കെ, അപ്പം x എന്ന് വിളിക്കാം. x + 2 ബിക്കോസ് ഹൈഡ്രജൻ്റെ 1 ആണ്, അപ്പോൾ 2 2 പിന്നെ -5 × 2 10 = 0. സോ x = എത്ര കിട്ടാൻ +8 എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് +8. പക്ഷേ ഇത് തെറ്റാട്ടോ. വെറുതെ പറഞ്ഞത് ഫുള്ള് തെറ്റാ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സൾഫറിനെ പറ്റി നമ്മൾ അറിയണം. വാട്ട് ഈസ് സൾഫർ? സൾഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പി ബ്ലോക്ക് എലമെൻ്റ് ആണ്, റൈറ്റ്? സോ സൾഫറിൻ്റെ ഇത് എത്രയാണ്? 16 ആണ് അല്ലേ അതിൻ്റെ അറ്റോമിക് നമ്പർ. സോ 2 8 10 6 അതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അതിന് ഒന്നെങ്കിൽ 2 ഇലക്ട്രോൺസ് വാങ്ങിയിട്ട് ഒക്ടറ്റ് കോൺഫിഗറേഷൻ നടത്താം. എന്ന് വെച്ചാൽ മാക്സിമം +6 ആണ് അതിൻ്റെ ഓക്സിജൻ നമ്പർ. പിന്നെ ഈ കംപ്ലീറ്റ് 6 ഇലക്ട്രോൺസ് അങ്ങനെ ഒഴിവാക്കിയിട്ടും ഒക്ടറ്റ് നടത്താം. അപ്പം 2 ഇലക്ട്രോണ വാങ്ങി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2 ഇലക്ട്രോൺ വാങ്ങാം. അപ്പോൾ ഒരു -2 ചാർജ് അല്ല കിട്ടാൻ. സോ ഒന്ന് -2 ആണ് അതിൻ്റെ മിനിമം ആയിട്ടുള്ള ഓക്സിജൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിജൻ സ്റ്റേറ്റ്. പിന്നെ 6 ഇലക്ട്രോൺസിനെയും കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒക്ടറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇതാണ് മാക്സിമം ഓക്സിഡേഷൻ നമ്പർ. ഇതിൻ്റെ അപ്പുറം പോകുന്നില്ല ഓക്സിഡേഷൻ നമ്പർ. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയത് 8 ആണ്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി റെഡിക്കുലസ്. അപ്പോൾ ഈ 8 എങ്ങനെ വന്നതെന്ന് ഡൗട്ട് ഉണ്ടാവും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് മെത്തേഡ്, ഈ എക്സ് ഉപയോഗിച്ചുള്ള ഓൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ഇടത്തൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു H2SO5യുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ എല്ലാ ഓക്സിജനെയും -2 ചാർജ് അല്ല ഉള്ളത്, എല്ലാത്തിനും -2 ചാർജ് അല്ല ഉള്ളത്. അപ്പോൾ ചില ഓക്സിജന് -1 ചാർജും ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ ഓക്സിജനും -2 ചാർജ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് നമുക്ക് 8 കിട്ടിയിട്ടുള്ളത്. സോ ഈ പറഞ്ഞ 8 തെറ്റാണ്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആദ്യം മിനിമം ഓക്സിജൻ സ്റ്റേറ്റ് ഫോർ SP ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് ആണ്. അതാണ് നമ്മൾ വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസ്. പിന്നെ D ബ്ലോക്കിലാണെങ്കിൽ വാലൻസ് ഷെല്ലും പെനൾട്ടിമേറ്റ് ഷെൽ. ആ വാലൻസ് ഷെല്ലും 4s ആണെങ്കിൽ 4sൻ്റെ നേരെ ബാക്കിലുള്ള ഷെൽ 3D പെനൾട്ടിമേറ്റ് ഷെൽ. അത് നമുക്ക് അറിയുന്നതാണല്ലേ, നമ്മൾ D ബ്ലോക്കിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് H2S2O5യുടെ ശരിയായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒറ്റ സൾഫർ ഉണ്ട്, ശരി. അതിന് ചുറ്റും 5 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു O വരക്കാം, പിന്നെ ഇങ്ങനെ ഒരു O വരക്കാം, പിന്നെ എന്താണ് ഒരു O ഇങ്ങനെ വരക്കാം, ഒരു ഹൈഡ്രജൻ ഇങ്ങനെ വരക്കാം, പിന്നെ എന്താണ് ഒരു O ഇങ്ങനെ, ഒരു O ഇങ്ങനെ, ഒരു O H ഇങ്ങനെ. ഇതാണ് അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ആക്ച്വൽ സ്ട്രക്ചർ നമുക്കിനി ഇങ്ങനെ സ്ട്രക്ചർ കണ്ടതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താനുള്ള മെത്തേഡ് അതായത് നമ്മൾ ഡയറക്റ്റ് പഠിച്ചത് തന്നെ, ഡയറക്റ്റായിട്ട് പഠിച്ചതാണ്. എന്താണ് ഓരോ ഈ പറഞ്ഞ സൾഫറിന് ചുറ്റുള്ള, ഇപ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തില്ല. അപ്പോൾ ഞാൻ സൾഫറിന് ചുറ്റുള്ള ബോൺസ് ഒക്കെ പൊട്ടും, ഇത് പൊട്ടിക്കും, ഇത് പൊട്ടിക്കും, ഇത് പൊട്ടിക്കും, ഇത് പൊട്ടിക്കും. ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഒരു -1 ചാർജ് എടുത്തു. സോ -1 ചാർജ് കിട്ടും. -1 ഓക്സിജൻ അല്ല കിട്ടാൻ. അപ്പോൾ സൾഫറിന് എത്ര കിട്ടും? +1 കിട്ടും. ഇത് പൊട്ടിക്കുമ്പോൾ
ഓക്സിജൻ സൾഫറിന് +2 കിട്ടും. ഇത് പൊട്ടിക്കുമ്പോൾ +1 കിട്ടുള്ളൂ. ഇത് പൊട്ടിക്കുമ്പോൾ +2 കിട്ടും. അങ്ങനെ +2 ദാറ്റ് ഈസ് 4. 4 +2 ദാറ്റ് ഈസ് 6. സോ സൾഫറിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +6 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ എക്സ് വാല കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൾജിബ്രിക് മെത്തേഡ് ഉപയോഗിച്ച് എപ്പോഴും ശരിയാവില്ലല്ലോ എന്ന്. പക്ഷേ ഓൾജിബ്രിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതിന് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓൾജിബ്രിക് മെത്തേഡ് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഓക്സിജൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിജൻ നമ്പർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓക്സിഡേഷൻ നമ്പറാണ്. അങ്ങനെ കിട്ടുന്ന ഓക്സിജൻ സ്റ്റേറ്റ് നമുക്ക് മാക്സിമം ഓക്സിഡേഷൻ നമ്പറിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഉത്തരം കൊടുക്കാണ്ട് മാക്സിമം ഓക്സിഡേഷൻ നമ്പർ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സൾഫറിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ എന്നാൽ 6 എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ, കറക്റ്റാണ്. പക്ഷെ നമുക്ക് ഉത്തരം എക്സ് വാല കോൺസെപ്റ്റ് വെച്ചിട്ട് കിട്ടിയത് 8 അപ്പോൾ അങ്ങനെ 8ൻ്റെ ഉത്തരം കൊടുക്കുന്നതിന് പകരം നമ്മൾ അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണെന്ന് അറിയുന്നത് ഇപ്പം പറഞ്ഞല്ലോ, ജസ്റ്റ് ഇത് കോൺഫിഗറേഷൻ വരച്ചതിനെ കിട്ടും. അങ്ങനെ നമ്മൾ 6 എന്ന് പറഞ്ഞ ഉത്തരങ്ങൾ കൊടുക്കണം. അതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് വാല കോൺസെപ്റ്റ് തന്നെ ഉപയോഗിക്കാം കുറേ അടുത്തൊക്കെ. ഓക്കെ, പിന്നെ ഇനി അടുത്ത മാർഷൽ ആസിഡിൻ്റെ കാര്യം നോക്കാം. മാർഷൽ ആസിഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. സൾഫറിനെ കണ്ടെത്തി നോക്കി, എത്ര കിട്ടുക? +7. പക്ഷേ +7 ആറ്റ്സ് നോട്ട് മാക്സിമം ഓക്സിജൻ നമ്പർ അല്ലേ. അത് മാക്സിമം ഓക്സിജൻ നമ്പർ 6 ആണ്. 7 വരെ ഒരിക്കലും എത്തൂല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? മാക്സിമം ഓക്സിജൻ നമ്പർ ആയിട്ടുള്ള 6 അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി എങ്ങനെയാണ് വരച്ച് നോക്കണം? ഇവിടെ 8 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ വരക്കുന്നത് എങ്ങനെയാണ് ഡൗട്ട് ഉണ്ടാവില്ല. ഇത് നമ്മൾ അങ്ങ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ നമ്മൾ ഓർഗാനിക്കലി പഠിക്കും. ഇതിപ്പം ഇങ്ങനെ ഒരു S വരുന്നുണ്ട്, പിന്നെ O, സെയിം സാധനം തന്നെ, അടിയിൽ O, പിന്നെ ഒരു OH. അപ്പം സൾഫറിൻ്റെ മുകളിലുള്ള ചാർജ് നമുക്ക് നോക്കാം. ഇത് പൊട്ടുമ്പോൾ ഒരു +1 കിട്ടും. സൾഫർ ഇതിന് -1 കിട്ടുന്നുണ്ട്, പിന്നെ ഒരു +2 കിട്ടും. ഇത് പൊട്ടുമ്പോൾ ഒരു +1 കിട്ടും. ഇത് പൊട്ടുമ്പോൾ +2 കിട്ടും. അപ്പോൾ +2 ദാറ്റ് ഈസ് +4. പിന്നെ +1 ഓക്കെ 6 ആണ്. അപ്പോൾ സൾഫറിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ് കാര്യം മനസ്സിലായി. ഈ സൾഫറും സ്വാഭാവികമായിട്ടും ഓക്സിജൻ സ്റ്റേറ്റ് 6 തന്നെ കിട്ടുക. ഓക്കെ, ഇനി CrO5യുടെ പരിപാടി. CrO5 എന്ന് ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്നാണ് പറയാൻ. CR വരും, പിന്നെ ഒരു O, പിന്നെ ഉള്ളതൊക്കെ O ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഒരു O, പിന്നെ ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഒരുമാതിരി ഡിഫറെൻറ്റ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് നമുക്ക് അറിയില്ലല്ലോ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ആദ്യം CrO5ൻ്റെ എക്സ് വാല കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓൾജിബ്രിക് മെത്തേഡ് പ്രകാരം x + 5 × -5 10 = 0. സോ x = 10 എന്ന് കിട്ടും. x 10 കംപ്ലീറ്റ് ഡിഫറെൻറ്റ് തെറ്റാണ്. കാരണം വെച്ചാൽ ക്രോമിയത്തിൻ്റെ ഇത് എഴുതാം. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 1s2 2s2 2p6 ദാറ്റ് ഈസ് 10 ആയി. 3s2 3p6 അപ്പം 18 ആയി. 4s2 3d4 ആണ്, 24 ആണ്. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് എന്നൊക്കെ പറയുന്ന പോലെ 4s1 ആണ് വരാൻ, 3d5 ആണ്. അപ്പോൾ ഇവിടുന്ന് മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്കിന് ഈ പറഞ്ഞ ഷെല്ലിൽ നിന്ന് പെനൾട്ടിമേറ്റ് ഷെല്ല്. അപ്പോൾ ടോട്ടൽ മാക്സിമം +6 വരാൻ പറ്റുള്ളൂ ഓക്സിജൻ സ്റ്റേറ്റ്. ഇവിടെ 10 കാണിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കണം മാക്സിമം ആയിട്ടുള്ള സാധനം കൊടുക്കണം, വാല്യൂ കൊടുക്കണം. ഇനി ഇവിടെ പൊട്ടിച്ചോക്ക് +2 കിട്ടും, പൊട്ടിച്ചാൽ +1 കിട്ടും, പൊട്ടിച്ചാൽ +1 കിട്ടും, പൊട്ടിച്ചാൽ എന്ത് കിട്ടും? +1 കിട്ടും, പൊട്ടിച്ചാൽ +1 കിട്ടും. ആഡ് ചെയ്ത് നോക്ക്, +6 കിട്ടുന്നുണ്ട്. പിന്നെ ഡിഫറൻസ് ഇൻ ദി ഓക്സിജൻ സ്റ്റേറ്റ്സ് ഓഫ് 2 ടൈപ്സ് ഓഫ് സൾഫർ ആറ്റം. അപ്പോൾ 2 സൾഫർ ആറ്റംസ് ഉണ്ട്. അപ്പം ആ 4 സൾഫർ ആറ്റംസ് ഉണ്ട്. അപ്പോൾ എന്താ 1 2. അപ്പോൾ ഇത് സ്ട്രക്ചർ ഇല്ലാണ്ട് നടക്കൂല. പിന്നെ 6 പറയുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഒരെണ്ണം, താഴെ ഒരെണ്ണം. പിന്നെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു സോൾട്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടാണ്. അപ്പം ഇവിടെ എന്താ 2 Na+ ഉണ്ട്. പിന്നെ S4O6 അതിനെന്തുണ്ടാവും? 2 ചാർജ്, നെഗറ്റീവ് ചാർജ്. കാരണം Na+ന് 2 ഉണ്ട്. പിന്നെ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, എന്നാലേ ന്യൂട്രൽ ആവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെയുള്ള ഒരു ഓക്സിജന് ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ചാർജ് വേണ്ടി വരും. അതേപോലെ ഇവിടെയുള്ള O, ഇവിടെ ഒരു ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് വേണ്ടി വരും. ഇവിടെ 3 കറക്റ്റാണ് ആയി. അപ്പോൾ ടോട്ടൽ -2 അതിന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ പൊട്ടും. അപ്പം ഇവിടെ പൊട്ടിക്കുമ്പോൾ ഇതിനൊരു ചാർജും ഇല്ല, ഇവിടെ പൊട്ടിക്കുമ്പോൾ ഒരു ചാർജും ഇല്ല, ഇവനൊരു ചാർജും ഇല്ല, ഇവനൊരു ചാർജും ഇല്ല. പക്ഷേ ഇവനെ പൊട്ടിക്കുമ്പോൾ ഒരു +2 കിട്ടും, ഇവനെ പൊട്ടിക്കുമ്പോൾ ഒരു +2 അല്ല +1 ആണ് കിട്ടുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിക്കുന്നതാണ്. പിന്നെ ഇവിടെ +2 കിട്ടും. 2 1 ദാറ്റ് ഈസ് 3 + 2 5. ഇപ്പം 5 ഓക്സിജൻ സ്റ്റേറ്റുള്ള സൾഫർ ഉണ്ട്, 0 ഉള്ളതുകൊണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5. അതാണ് ഈ അഡ്വാൻസ് ചോദ്യം ചോദിച്ചത്. പിന്നെ ഇതൊക്കെ വളരെ സിമ്പിളാണല്ലോ, ഓരോന്നിൻ്റെയും കണ്ടെത്താനും ഓക്സിജൻ നമ്പേഴ്സൊക്കെ വളരെ സിമ്പിളാണ്. അതായത് മാക്സിമം ഓക്സിജൻ നമ്പറിനേക്കാളും ചെറുത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓൾജിബ്രിക് മെത്തേഡ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. പിന്നെ n ഫാക്ടർ കാൽക്കുലേഷൻ ഫോർ സോൾട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരുമാതിരി കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ഡൗട്ട് വരുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ സാറ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് സോൾട്സിനെ പല സംഭവങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലാണ്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോൾട്ട് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ സോൾട്ടിലുള്ള ഓരോ എലമെൻസിൻ്റെയും
ഓക്സിജൻ നമ്പറിന് ഒരു വ്യത്യാസം വരുന്നില്ല. റിയാക്ഷനിൽ ത്രൂ ഔട്ടായിട്ട് അതിൻ്റെ ഓരോ എലമെൻസിൻ്റെയും ഓക്സിജൻ നമ്പറിന് ഒരു വ്യത്യാസം വരുന്നില്ല. അങ്ങനെയാകുമ്പോൾ CaCO3 ഇതൊരു സോൾട്ടാണ്. ബിക്കോസ് Ca2+, CO3 2-. നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു അയൺസിൻ്റെ ചാർജസ് പഠിക്കണമെന്ന്. CO3 2- എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈ കംപ്ലീറ്റ് റിയാക്ഷന് ഒന്നിനും ഒരു എലമെൻറ്റിനും അതിൻ്റെ ഓക്സിജൻ നമ്പറിന് ഒരു വ്യത്യാസം വരുന്നില്ല. അത് അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യും. അങ്ങനെയാകുന്ന സമയത്തുള്ള എൻ ഫാക്ടർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആനിയോണിക് ഓർ കാറ്റോണിക് ചാർജിനെ ടോട്ടൽ നമ്പർ ഓഫ് ആനിയോണിക് എത്ര ആനിയോണിൻ്റെ ചാർജ് ഉണ്ട്, എത്ര കാറ്റോണിൻ്റെ ചാർജ് ഉണ്ട്, അത് തന്നെയാണ്. ഓക്കെ, ഇവിടെ അപ്പോൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ +2 ഉണ്ട്, റൈറ്റ് സൈഡിൽ -2 ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറയും. -2 എന്ന് പറയാൻ പാടില്ല കേട്ടോ, ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇനി നമ്മൾ കുറച്ച് അറിയേണ്ട കാര്യം, നമുക്കറിയാം മോൾസിൻ്റെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ആണെന്ന കാര്യം അറിയാം. ഇക്വലൻസ് നമ്മൾ എന്താണ് മോൾസ് പോലെ തന്നെ ഒരു സംഭവമാണ് ഇക്വലൻസ്. അപ്പോൾ മോൾസ് എങ്ങനെ കണ്ടെത്താൻ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ ഇക്വലൻസ് എങ്ങനെ കണ്ടെത്താൻ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ നമ്മൾ മോളിക്കുലർ മാസ് എന്നല്ല പറയാൻ, മോളാർ മാസ് അല്ലെ മോളിക്കുലർ വെയിറ്റ് നോക്കാറില്ല, അതുപോലെ ഇക്വലൻറ്റ് വെയിറ്റ് എന്നാണ് പറയാൻ. അപ്പോൾ ഇക്വലൻറ്റ് വെയിറ്റ് എന്താണ് ഡൗട്ടുണ്ട് അല്ല, ഇക്വലൻറ്റ് വെയിറ്റിന് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഓരോ സാധനത്തിനും അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഉണ്ടാവും, റൈറ്റ്? മോളിക്കുലർ വെയിറ്റ് എപ്പോഴും കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ആ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ ചെയ്താലും നമുക്ക് ഈക്വലൻറ്റ് വെയിറ്റ് കിട്ടുക. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മോളിക്കുലർ വെയിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, നമ്മളൊക്കെ മോൾ കോൺസെപ്റ്റ് പഠിച്ചതാണ്. പക്ഷേ എൻ ഫാക്ടർ അത് ഓരോ റിയാക്ഷനും ഡിപ്പെൻഡൻ്റ് ആണ്. ഒക്കെ അത് ഓരോ സോൾട്ടിനും, അതേപോലെ നമ്മൾ ആസിഡ് ബേസിൻ്റെ ഒക്കെ കംപ്ലീറ്റ് എൻ ഫാക്ടർ കണ്ടെത്താൻ പഠിച്ചിട്ടുണ്ട്. ആസിഡ്സിനാണെങ്കിൽ ടോട്ടൽ H+ റിപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, ബേസിസ് ആണെങ്കിൽ എത്ര OH- അല്ലെങ്കിൽ എത്ര H+ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ എൻ ഫാക്ടർ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സോൾട്ട്സിന് കുറച്ച് റൂൾസ് ഉണ്ട് എന്ത് എൻ ഫാക്ടർ കണ്ടെത്തുന്നത്. ആ എൻ ഫാക്ടർ എങ്ങനെയായാലും എന്തിൻ്റെ ആയാലും കണ്ടെത്തിയിട്ട് അത് മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലൻറ്റ് വെയിറ്റ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ആ ഇക്വലൻറ്റ് വെയിറ്റ് ഗിവൺ മാസോ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇക്വലൻസ് കിട്ടും. ആ ഇക്വലൻസ് എന്നാണ് നമ്മൾ ഇനി ഇക്വലൻസ് കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എൻ ഫാക്ടറിൻ്റെ കാര്യം കണ്ടെത്തേണ്ടത് നോക്കാം. നമുക്ക് ഇവിടുന്ന് എന്താണ് എൻ ഫാക്ടർ 2 അങ്ങനെ മനസ്സിലായത്? 2 H റീപ്ലേസ് ആയിട്ടുണ്ട്. ഇവിടുന്നോ ആസിഡ്സിൻ്റെ നമുക്ക് വളരെ സിമ്പിളാണ്, 3 H റീപ്ലേസ് ചെയ്യുന്ന എൻ ഫാക്ടർ 3 ആണ്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇക്വലൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ, മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ എൻ ഫാക്ടർ. അതൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ ഫൈൻഡ് ഔട്ട് ദി ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് KX. അപ്പോൾ ഒന്നാമത് എന്നെ വെച്ചാൽ ട്രീറ്റ് ചെയ്യണം, ബേസ് ആണ്. ഓക്കെ, സന്തോഷം, ബേസ് ആണല്ലോ. ബേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? എൻ ഫാക്ടർ നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ Y ആണ്. സോ ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ആണ് 2 ആണ്, അത് ഡിവൈഡ് ബൈ Y ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഇക്വലൻറ്റ് വെയിറ്റ് കിട്ടുന്ന കാര്യം മനസ്സിലായില്ലേ? ഇനി ഇത് AgNO3 KI. ഇപ്പോൾ റിയാക്ഷൻ ഇതാണ് നമ്മളെ സോൾട്ട്. ഓക്കെ, ആ സോൾട്ട് എന്തുണ്ട്? ഇവിടെ +1 ചാർജ് ഉണ്ട്. പിന്നെ നമുക്കറിയാം NO3യുടെ നമുക്കറിയാം അതെന്താണ് +-1 എന്നുള്ളത് അതിൻ്റെ അറിയാം. NO3 -1 എന്നെപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ? അപ്പോൾ +1 ചാർജ് ഉണ്ട്. അതെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏതിൻ്റെങ്കിലും ഈ പറഞ്ഞ കംപ്ലീറ്റ് റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഓക്സിജൻ നമ്പർ വ്യത്യാസമുണ്ട്. നൈട്രജൻ്റെ +5 +2 ഇവിടെ ഒക്കെ എല്ലാ ഇവിടെ ഈ കംപ്ലീറ്റ് റിയാക്ഷൻ ത്രൂ ആയിട്ട് ഒരു എലമെൻറ്റിന് ഓക്സിജൻ നമ്പറിന് വ്യത്യാസം ഇല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് സോൾട്ട് എന്ന കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ ടോട്ടൽ നമ്പർ ഓഫ് ആനിയോണിക് ചാർജ്, ദാറ്റ് മീൻസ് എൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സോൾട്ടിനെ പറ്റി നമുക്ക് നോക്കണം. രണ്ടാമത്തെ സോൾട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ, ഓക്സിജൻ നമ്പർ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആനിയോണിക് ചാർജ്, കാറ്റോണിക് ചാർജ്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് സോൾട്ടിൽ, ഇനി വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് സോൾട്ടിൽ ആനിയോണിക് ചാർജോ കാറ്റോണിക് ചാർജോ അതേപോലെ അതായിരിക്കും എൻ ഫാക്ടർ. അങ്ങനെ അത് എൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊട്ടത്തെ ടൈപ്പും. അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെ നമുക്ക് എൻ ഫാക്ടർ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ ഇവിടെ KMnO4ൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏതാണ് എൻ ഫാക്ടർ ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പം ഇവിടെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും കുറേ കോമ്പൗണ്ട് ഉണ്ടാവും, കോമ്പൗണ്ട്സ് റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കോമ്പൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഈ ഇപ്പം പറഞ്ഞ കേസിൽ തന്നെ 3 സബ് കേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓക്സിജൻ നമ്പറിന് മാത്രം, ഇവിടെ ഒരു എലമെൻറ്റിന് മാത്രം എന്ത് വ്യത്യാസം ഉണ്ടാവുള്ളൂ? ഓക്സിജൻ നമ്പർ. ഓക്കെ, ഇവിടെ MN മാത്രം, MN ശേഷം എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ, റിയാക്ഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ KMnO4 എന്തൊക്കെയോ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് +1 MNൻ്റെ +7 എന്താ ഇവിടെ +2 ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ നമ്പർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എൻ ഫാക്ടർ എന്ന് പറയുന്നതാണ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ പെർ മോളിക്യൂൾ ഓഫ് സോൾട്ട്. അപ്പോൾ എത്ര മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് റിയാക്ഷനിൽ ഉടനീളം പെർ മോളിക്യൂൾ. ഇവിടെ നമുക്ക് എത്ര മോളിക്യൂൾ ഉണ്ട്? ഒരു മോളിക്യൂൾ. ഓക്കെ, MN ഒന്നേ ഉള്ളൂ. അപ്പോൾ +7 +2ലേക്ക് പോയി, റൈറ്റ്? +7 +2ലേക്ക് പോയി. അപ്പോൾ 5, പിന്നെ എത്ര MN ഉണ്ട്? ഒന്നേ ഉള്ളൂ. സോ 5 × 1 ഇതാണ് നമ്മുടെ എൻ ഫാക്ടർ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷനിലെ കാര്യം പഠിച്ചു. രണ്ടാമത്തെ കണ്ടീഷനിലെ സബ് കണ്ടീഷനായിട്ടുള്ള എ കണ്ടീഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ മാത്രം
ഓക്സിജൻ നമ്പർ വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പം ഓക്സിജൻ നമ്പർ ഡിക്രീസിങ് ഗെയിനിങ് ഓഫ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പറഞ്ഞ KMnO4 എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾ എന്താണ് ഇവിടെ Mn+7+2 ആയിട്ട് മാറിയിട്ട് ഇലക്ട്രോൺ വാങ്ങി. ദാറ്റ് മീൻസ് KMnO4 എന്തായി റെഡ്യൂസ്ഡ് ആയി. ദാറ്റ് മീൻസ് KMnO4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു കണ്ടീഷൻ അസിഡിക് മീഡിയത്തിൽ KMnO4 എന്നുള്ള Mn+Mn2+ലേക്ക് മാറുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അസിഡിക് മീഡിയം അവിടെ കണ്ട് KMnO4 അവിടെ കണ്ട് അപ്പോൾ വരെ ഇൻഫാക്ട് എന്നുള്ള 5, കാരണം അത് Mn2+ലേക്ക് മാറുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ആദ്യം പഠിക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ നോർമൽ കാറ്റയോണിക് അനോണിക് ചാർജ് വെൻ there is no change of the oxidation numbers of each and every element throughout the reactions. രണ്ടാമത്തെ കേസിൽ ഒറ്റ എലമെൻറ്റിൻ്റെ മാത്രം ഓക്സിജൻ നമ്പർ മാറുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം അതിൻ്റെ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ അതാണ് എൻ ഫാക്ടർ. ഓക്കെ. പിന്നെ അതേപോലെ KMnO4 മേ ബി ബേസിക് മീഡിയത്തിൽ +6 ആവും. അപ്പോൾ ഇവിടെ 1 വ്യത്യാസമുള്ള അപ്പോൾ എൻ ഫാക്ടർ 1 ആവും. ഇവിടെ എന്താ 3 എൻ ഫാക്ടർ സ്വാഭാവികമായിട്ടും. ഇനി ഇവിടെ അടുത്ത നമുക്ക് നോക്കാം K2Cr2O7 Cr3+ ആയിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ, നമ്മളിനി അറിഞ്ഞിരിക്കണം അസിഡിക് മീഡിയത്തിൽ ഇങ്ങനെ മാറുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മോൾ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെർ മോൾ എന്ന രീതിയിൽ പെർ മോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇവിടെ 2 മോൾ ഉണ്ടെങ്കിൽ /2 ചെയ്യണം, കാരണം പെർ മോൾ എന്ന് പറയുന്നുണ്ട് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പെർ മോൾ ഓഫ് സോൾട്ട്. ഇതാണ് നമ്മുടെ സോൾട്ട്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ ഒന്നും മാറുന്നില്ല, പൊട്ടാസ്യത്തിൻ്റെ ബാക്കി ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നില്ല. ഇവിടെ ക്രോമിൻ 3+ ആയി മാറുന്നുണ്ട്. അപ്പം ഡിഫറൻസ് എത്രയുണ്ട്? ഇവിടെ ക്രോമിൻ്റെ ഓക്സിജൻ നമ്പർ കണ്ടെത്താൻ അറിയാലോ, വളരെ സിമ്പിളായിട്ട് 2x +-14 +- എന്നല്ല -14 അങ്ങനെ എഴുതിയിട്ട് ക്രോമിൻ്റെ കണ്ടെത്തും. അപ്പോൾ +6 ആണ് കിട്ടി. +6 +3ലേക്ക് മാറി 3 ഇൻറ്റു ഓരോ മോളിലും എത്ര ഇതുണ്ട് ക്രോമിനുണ്ട് 2 ഉണ്ട്. അപ്പോൾ 3 × 2 ദാറ്റ് ഈസ് 6 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. എന്ത് 6 ആണ് നമ്മുടെ ഇൻഫാക്ടർ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ 3 മോൾസ് എന്നുണ്ടെങ്കിൽ /3 ചെയ്യേണ്ടി വരും. ഇവിടെ 1 മോൾ ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ സാധനത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ക്രോമിൻ്റെ ഏറ്റവും മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റാണ് +6ലാണ് K2Cr2O7 ഉള്ളത്. അതുകൊണ്ട് മാക്സിമം ഓക്സിജനേഷൻ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ അയാൾക്ക് ഇനി ഇലക്ട്രോണെ കൊടുത്തിട്ട് +7ലേക്ക് മാറാനുള്ളൊരു വകുപ്പില്ല. അതുകൊണ്ട് ഇനി ഇയാൾ എപ്പോഴും റെഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഇലക്ട്രോണെ വാങ്ങുകയുള്ളൂ. അപ്പം K2Cr2O7 ഈസ് ഓൾവേസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്തുകൊണ്ട് CO2s CO2+ മാറിയിട്ടുണ്ട്. എന്താണ് എനിക്ക് കണ്ടെത്തേണ്ടത്? അത് ഈ സൾഫൈഡിൻ്റെ ചാർജ് നമ്മളില്ല, നമ്മൾ അന്ന് നേരത്തെ ഫസ്റ്റ് കാണിച്ച പേജിൽ ആ ഒരു കുറേ ചാർജസ് ഉണ്ടല്ലോ, ആ സൾഫൈഡ് ചാർജ് ഇതിൽ വരുന്നതാണ്. S2-. ഓക്കെ. പിന്നെ ഇത് 2+ ആണ് കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ 2+ ഇവിടെ ഉണ്ട് SO4. അപ്പം ഇവിടെ നോക്കിയൊക്കെ ഒരുത്തന്നെ മാത്രം മാറുന്നുണ്ട്. കോപ്പറൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, സൾഫൈഡ് മാത്രം -2 എന്ന് ഇവിടെ നോക്കിക്കോ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇത് +4 വരെ. അപ്പം -2 നിന്ന് +4ലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. -2 നിന്ന് +4ലേക്ക്. അപ്പോൾ ഇത്ര ഡിഫറൻസ് എത്ര? +6 ആണ്. സോ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6 എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കുറച്ച് ടെർമിനോളജീസാണ്. കോപ്പർ 1+1 ആണെങ്കിൽ കുപ്രസ്, +2 ആണെങ്കിൽ കുപ്രിക്ക്, Fe2+ ആണ് ഫെറസ്, Fe3+ ആണ് ഫെറിക്ക്, Sn2+ ആണെങ്കിൽ എന്താണ് സ്റ്റെന്നസ്, പിന്നെ ഇത് സ്റ്റെന്നിക്ക്, ഇത് മെർക്കുറസ്, മെർക്കറിക്ക് എന്ന് വെച്ചാൽ കുറച്ച് വലിയ നമ്പർ ആണെങ്കിൽ മെർക്കുറിക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ കാണുന്നത് വെച്ചാൽ ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് Fe2 ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ എന്താണ് പരിപാടി? ഇയാൾ എവിടത്തേക്കും ആദ്യം ഇതേത് ടൈപ്പാണ് നോക്കണം, റൈറ്റ്? അപ്പോൾ ഈ എല്ലാവരുടെയും ഓക്സിജൻ നമ്പർ സെയിം ആണോ? നമുക്ക് ഈ കാർബണിൻ്റെ ഡൗട്ട് ഉണ്ട്. Fe ഒന്നാമത് ഓക്സിഡേറ്റിൻ്റെ ചാർജ് നമുക്കറിയാം -2 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ -2 × 3 ദാറ്റ് ഈസ് -6 ഉണ്ട്. അപ്പോൾ ഇവിടെ -6 ഉണ്ട്. ഇപ്പോൾ -6 ഉണ്ട്. ഇവിടെ പ്രോബബ്ലി ഇവിടെ 2 ഉണ്ട്. ഇപ്പോൾ 2 × 3 6 ആണ്. ഇവിടെ എന്താണ് അയണ്ടത് +3 എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ അയണ്ട് +3 ആണ്, ഇവിടെ ആണെങ്കിൽ +3 ആണ്. അപ്പോൾ അയണിന് വ്യത്യാസമില്ല. ശരി. ഇനി കാർബൺ ഓക്സിജൻ അവിടെ വ്യത്യാസമുണ്ട്. ഓക്സിജൻ ഇപ്പോൾ -2 ഇവിടെയും വരുന്നുണ്ട്. ഇനി കാർബൺ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ C2O4 ഞാനിനി ഇവിടുത്തെ കാർബണിൻ്റെ ഓക്സിജൻ നമ്പർ എങ്ങനെ കണ്ടെത്താൻ വേണമെങ്കിൽ 2x + അത് ഉപയോഗിച്ച് പോകാം. പക്ഷേ അത് കുറേ സമയം എടുക്കും. നമുക്കൊരു കാര്യം C2O4 അതിൻ്റെ ചാർജ് 2- ആണ്. അപ്പോൾ ഞാൻ പറയും 2x - 8 = -2, 2x = 6, x = 3 എന്നുള്ളത് കിട്ടും. സോ ഇതിൻ്റെ ഓക്സിജൻ നമ്പർ 3 എന്നാണ് കാർബണിൻ്റെ. അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? 4 ആണ്. ചെയ്ത് നോക്ക്. ഇവിടെ 4 ആണ് കാർബണിൻ്റെ. അപ്പം ആകെ ഒറ്റൊരുത്തൻ്റെ ഓക്സിജൻ നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 1 മോളേ ഉള്ളൂ കേട്ടോ, 1 മോളേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോ എന്താ ചെയ്യേണ്ടത്? +3 നിന്ന് +4ലേക്ക് മാറി. അപ്പം 1 ഇൻറ്റു ഇവിടെ എത്ര കാർബൺസ് ഉണ്ട്? 2 × 3 6. സോ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതാ KX ഇത് ഈ പറഞ്ഞ സാധനം NaOH ട്രീറ്റ്. അപ്പോൾ ഇത് ആസിഡ് ബേസ് റിയാക്ഷൻ. ആസിഡ് ബേസ് റിയാക്ഷൻ വളരെ സിമ്പിളാണ്. ആസിഡ്സിൻ്റെ എന്താണ് ഇൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിപ്ലേസബിൾ ഹൈഡ്രജൻ. സോ Y ആണ്. അപ്പം ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് / Y. ഇനി KMnO4 ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ കേസ് നോക്കണം.
നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കൂടി പഠിക്കണം. നമ്മൾ C2O4 എന്ന് പറയുന്ന സാധനം +3 ഇത് അതിൻ്റെ ഇതെന്തായിരുന്നു കാർബണിൻ്റെ ഓക്സിജൻ നമ്പർ +3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓക്സിഡൈസ് ആവുന്നുണ്ടെങ്കിൽ കാർബണിൻ്റെ മാക്സിമം ഇതെന്ന് പറയുന്നത് ഓക്സിജൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഓക്സിഡൈസ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബ്ലി ഇത് ഓക്സിഡൈസിങ് ഏജാണ്. അപ്പോൾ ഇയാൾ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്സിഡൈസ് ആവുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓക്സിഡേറ്റോ ആനയോണെന്ന് എന്താ ക്രിയേറ്റ് ആവുക, എപ്പോഴും CO2 ക്രിയേറ്റ് ആവും. കാരണം കാർബണിൻ്റെ +3 നേടി മാക്സിമം ഒരെണ്ണം കൂടുന്നുണ്ടെങ്കിൽ അത് +4 ആവത്തുള്ളൂ. +4 ആയിട്ടുള്ള ആകെ ഒരു കോമ്പൗണ്ടേ ഉള്ളൂ, ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ്. സോ അത് അങ്ങനെ ആവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എപ്പോഴും ക്രിയേറ്റ് ആവും എങ്ങനെ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ഓക്സിഡേറ്റോ അയോൺ ട്രീറ്റ് ആകുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ ഇവിടെയും ഓക്സിഡേറ്റോ അയോൺ തന്നെയാണ് ട്രീറ്റ് ആവുന്നത്. അപ്പോൾ അയാളൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള KMnO4 ട്രീറ്റിംഗ്, കാരണം KMnൽ Mn റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ റെഡ്യൂസ് ആവുന്നുണ്ട്, അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ഇൻഫോർമേഷൻ എന്താ ഉണ്ടാകുന്ന ഡയറക്റ്റ് മനസ്സിലാക്കി. ഇനി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട പൊട്ടാസ്യത്തിൻ്റെ, ഹൈഡ്രജൻ്റെ, ഓക്സിജൻ്റെ അതിൻ്റെ ഒന്നും ഓക്സിജൻ നമ്പർ ഒരു വ്യത്യാസം വരുന്നില്ല. ആകെ ഒറ്റൊരുത്തനായിട്ടുള്ള കാർബൺ ഓക്സിജൻ നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ +3 എന്ത് മാറി, +3 +4 ആയി, റൈറ്റ്. ഇനി +3 +4 ആയി, അപ്പം 1 ഇൻറ്റു ഇവിടെ എത്ര ഉണ്ട്, ഞാൻ എൻ ഫാക്ടർ കണ്ടെത്താൻ പോകണം. 2 × 2, സോ 2Z ആണ് നമ്മുടെ എൻ ഫാക്ടർ എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് M / 2Z ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇക്വലൻറ്റ്. അടുത്ത സോൾസ് വിത്ത് റിയാക്റ്റിന്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾസ് ആറ്റ് റിയാക്ട് ഇൻ എ മാനർ. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നേരത്തെ ഒരു കേസ് തന്നെ സപ്പാർട്ട് തന്നെയാണ്. ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഓക്സിജൻ സ്റ്റേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഒരുത്തൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് തന്നെ രണ്ടെണ്ണമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്, രണ്ടെണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും സെയിം പരിപാടി തന്നെയാണ്, ഒരുത്തൻ്റെ മാത്രം വ്യത്യാസമുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് പെർ സോൾട്ട് അല്ലെങ്കിൽ പെർ മോൾസ്. ഇവിടെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സാധനം. അപ്പോൾ അത് 3 ഉണ്ട് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് +7 അവിടെ പോയി +4 മാറിയല്ലോ, +7 +4 ആയിട്ട് മാറി. എത്രയാണ് ഡിഫറൻസ്, 3 റൈറ്റ്. സോ 3 അതാണ് ഡിഫറൻസ്. ഇവിടെ ഒന്നേ ഉള്ളൂ, അത് 1 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. പെർ മോൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ 3 ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷേ പെർ മോൾ എന്ന് വരുമ്പോൾ നമ്മൾ ആ മോളിക്കുലർ സാധനം, ആ ഇവിടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഫിഷ്യന്റ് അത് ഡിവൈഡ് ചെയ്യണം. ഇനി അടുത്തത് ഇയാൾ ഇതുമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ സ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ടാവും, റൈറ്റ്. സോ അവിടെയുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ഇതിനൊന്നും നോക്കണ്ട, ഇതിൻ്റെ സ്റ്റോയിച്ചിയോമെട്രിക് കോഫിഷ്യന്റ് ഒന്നും മാറുന്നതാണ്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടുന്ന് ഡിഫറൻസ് എത്ര, 5 ഡിവൈഡ് ബൈ ഇതിൻ്റെ 3. ഓക്കെ, ഇവിടെ നേരത്തെ 3/3 കിട്ടിയിട്ടുണ്ട്. +1 എത്രയാണ്, 5 + 9/3 എത്രയാണ്, 13/3. ഓക്കെ, ഇതാണ് എൻ ഫാക്ടർ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു മിനിറ്റ്. അത് നമുക്ക് ആദ്യം ഈ കേസിന് മുമ്പ് നമുക്ക് ഈ കേസ് നോക്കാം. എന്നിട്ട് അപ്പം ഒരാറ്റത്തിൻ്റെ തന്നെ ഡിഫറൻസ് വരുന്നത്, ഒരാറ്റത്തിൻ്റെ മാത്രം ഓക്സിജൻ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരാറ്റത്തിൻ്റെ ഒരുത്തൻ്റെ ഓക്സിജന് ഡിഫറൻസ് ഇല്ല, അവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ, കാരണം ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫറും ഇല്ല. ഇവിടെയാണ് ഒരുത്തന്നെ ഡിഫറൻസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത്, ഇവിടെ ഡിഫറൻസ് എത്ര, 5 ഇവൻ്റെ മോൾസ് പെർ മോൾ എന്നല്ല, അപ്പോൾ 2, അതാണ് പരിപാടി. അത് കിട്ടും, അതാണ് എൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുമ്പോൾ ഒരു രീതിയിൽ എഴുതണം. ഇങ്ങനെ 2Mn + 7, സോറി എന്താണ് എഴുതുന്നത്, ഈ 3Mn + 7 ഞാനെങ്ങനെ എഴുതും, +7 എഴുതും, +Mn + 7 അതെന്തായിട്ട് മാറി, 2Mn + 2 ആയിട്ട് മാറി, Mn + 4 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഇവന് വ്യത്യാസം എത്ര ഉണ്ട്, 5 വ്യത്യാസമുണ്ട്, റൈറ്റ്. അപ്പം 5/2 മോൾസ് പെർ മോൾ ചെയ്യണം. പ്ലസ് ഇവന് എത്ര വ്യത്യാസമുണ്ട്, സ്വാഭാവികമായിട്ടും 3 വ്യത്യാസമേ ഉള്ളൂ. കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്ന് പഠിച്ചു സോൾട്ട്സിന് അവിടെ ഒരു ആറ്റത്തിൻ്റെയും ഓക്സിജൻ സ്റ്റേറ്റിന് വ്യത്യാസമില്ല ത്രൂ ഔട്ട് ദ റിയാക്ഷൻ. അപ്പോൾ എന്താണ് അവിടെ ടോട്ടൽ ആനിയോണിക് ചാർജോ കാറ്റയോണിക് ചാർജാണ്. രണ്ടാമത്തത് അതിനകത്തുള്ള ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ വ്യത്യാസമുണ്ട്. അത് തന്നെ 3 കേസ് ഉണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഒറ്റ രീതിയിൽ മാത്രം ചേഞ്ച് ആവുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചാൽ അധികമാണ്. ഇതാ only one atom undergoes oxygen state and only in one product. ഒറ്റ പ്രൊഡക്റ്റിൽ മാത്രം ഒരുത്തൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് മാറുന്നു. ഇതാ ഇവിടുന്ന് KMnO4 Mn ഡയറക്റ്റ് 2. അപ്പോൾ അവിടത്തേക്ക് എന്താണ്, അത് ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട്. അത് അതിനുള്ള ഡെഫിനേഷൻ തന്നെ, അത് അങ്ങനെ തന്നെ പഠിക്കണം, അതിൻ്റെ റീസണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുന്ന് എത്ര മോൾസ് പോകുന്നുണ്ട്, ആദ്യം 5 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇവിടെ എത്ര Mn ഉണ്ട്, ഒരെണ്ണം, 1 മോൾ Mn അല്ലേ ഉള്ളൂ. അത് മാത്രമല്ല ഇവിടെ 1 മോൾ സോൾട്ടേ ഉള്ളൂ. അതുകൊണ്ട് 5
ഇൻറ്റു 1, സോ 5 മോൾസ് എന്നുള്ള രീതി, അതാണ് എൻ ഫാക്ടർ. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്നതാണ്, പക്ഷേ ഒന്നിലധികം പ്രൊഡക്ട്സിലേക്ക് മാറുന്നുണ്ട്. ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് 2 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിലായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇനി 2 കേസ് ഉണ്ട്. ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ ഓക്സിജൻ സ്റ്റേറ്റ് 2 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിലേക്ക് രണ്ടെണ്ണം. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ആദ്യം. ഇതാണ് ഫസ്റ്റത്തെ കേസ്. അതിൻ്റെ അകത്തുള്ള ഈ മിനി കേസ്, ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഒരെണ്ണത്തിൻ്റെ റിട്ടൈൻഡ് ആവും, ഒരെണ്ണത്തിൻ്റെ ഡിഫറെൻറ്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടൈൻഡ് ആയതിന് അങ്ങ് മറന്നു കളയാം, ഡിഫറെൻ്റ് ആയിട്ട് നോക്കാം. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എന്നിട്ടോ ഡിവൈഡഡ് ബൈ എത്ര മോൾസ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, 2 മോൾസ് Mn2+ ആണ് മാറിയത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ടോട്ടൽ മോൾസ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ Mn+7 ഉണ്ട്, Mn+2 ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ 2 Mn+, 2 Mn+ഉം Mn2+ ആയിട്ട് മാറിയോ ഇല്ലയോ? ആക്ച്വലി 2 Mn+ഉം Mn2+ ആയിട്ട് മാറിയിട്ടില്ല, അതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു Mn+, ആയിട്ട് നിൽക്കുകയും അതിനകത്ത് മറ്റേ Mn+, Mn2+ ആയിട്ട് നിൽക്കുകയും ചെയ്തത്. അപ്പം ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് 5 × 2 10 എന്ന് എഴുതുന്നതിന് കറക്റ്റാണോ അല്ലയോ? അത് ഡെഫിനറ്റ്ലി തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 ഇലക്ട്രോൺസ് 2 മോൾസ് ഇല്ല, അത് 1 മോൾസാണ്. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വരും, നമ്മളൊന്ന് മാറ്റി ആ രീതിയിൽ എഴുതണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. Mn+7 രണ്ടെണ്ണം, അതിൽ ഒരെണ്ണം Mn+2 ആയിട്ട് മാറി, മറ്റവന് റിട്ടേൺഡ് ആയിട്ട് Mn+7 ആയിട്ട്. അപ്പം ഇവിടെ Mn+7 Mn+7, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇല്ല, ഇവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉള്ളതെന്ന കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ 5 ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, സോ 5 മോൾസ് ഉണ്ട് എന്നുള്ള കാര്യം. 5 മോൾസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. ആ 5 മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര Mn+7 ലെഫ്റ്റ് സൈഡിലുണ്ട്, അതാണ് 2. അപ്പോൾ ഇതാണ് ഒറ്റൊരുത്തൻ്റെ റിട്ടൈൻഡായി മറ്റൊരുത്തൻ്റെ ചേഞ്ച് ആയി എന്നുള്ളതിന്. ഇനി ഒരു ആറ്റത്തിൻ്റെ തന്നെ ചേഞ്ച് ആവുന്നുണ്ട് ഓക്സിജൻ സ്റ്റേറ്റ്, പക്ഷേ 2 രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ Mn+7 Mn2+ ആയിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഈ 3 സാധനത്തിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഡൗട്ട് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ 3 Mn+7 മോൾസും Mn2+ലേക്ക് മാറിയിട്ടില്ല, Mn+4ലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ 2 Mn+7 ആയിട്ട് എഴുതും, പിന്നെ ഒരു Mn+7 ആയിട്ട് എഴുതും. ഓക്കെ, പിന്നെ എന്താണ് 2 Mn+2 Mn+4. അപ്പോൾ നോക്കി നോക്കി ഇങ്ങനെ കറക്റ്റായ ഒരു സ്റ്റോഷിയോമെട്രി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നോക്കി നോക്ക്. ഇവിടെ 2 Mn+7 2 Mn2+ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, 2 Mn+7 2 Mn2+ ആയിട്ട് മാറുന്നുണ്ട്. ബാക്കിയുള്ള ഒരു Mn+7 ആണ് Mn+4 ആയിട്ട് മാറുന്ന കാര്യം മനസ്സിലാക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെയും സെയിം പരിപാടി. മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എത്രയാണ്? മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എത്രയാണ് നോക്കിക്കോ, 7 ന്ന് 2ലേക്ക് മാറി. ഇവിടെ എത്ര ഉണ്ട്? 2 Mn+ ഉണ്ട്, സോ 5 × 2 10 ആയി. 10 മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. ഇവിടെയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ പരിപാടി ഉണ്ട്. ഇതാ 7 ന്ന് 4ലേക്ക് മാറി, ഇവിടെ 1 ഉള്ളൂ, സോ ഇൻറ്റു 1 സോറി, അപ്പം 3 13. ടോട്ടൽ മോൾസ് ഓഫ് ഇത് അത് 3. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻസ് ഒക്കെ ഇനി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കാറ്റോണിക് ആൻഡ് ആനിയോൺ ചാർജ് വേർ ആറ്റംസിൻ്റെ ഒരു ഓക്സിജൻ സ്റ്റേറ്റിന് വ്യത്യാസമില്ലെങ്കിൽ, പിന്നെ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ വ്യത്യാസം വരുന്ന രീതിയിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ വരുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൽ മാത്രം ഓക്സിജൻ സ്റ്റേറ്റ് മാറുന്നത്. അവിടെയുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട്. പിന്നെ ഒരു ആറ്റത്തിൻ്റെ അല്ലെ ഒരു എലമെൻറ്റിൻ്റെ തന്നെ ഓക്സിജൻ സ്റ്റേറ്റ് ഒന്നിലധികം പ്രൊഡക്ട്സിലേക്ക് ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഒരു പ്രൊഡക്റ്റിലേക്ക് മാറുമ്പോൾ അത് റിട്ടൈൻഡ് ആയിട്ട് അതേ ഓക്സിജൻ സ്റ്റേറ്റ്. പക്ഷേ മറ്റേ രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ പ്രൊഡക്റ്റിലുള്ള മോൾസ് ഓഫ് ട്രാൻസ്ഫർ കണ്ടെത്താൻ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ കണ്ടെത്താൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര മോൾസ് ഓഫ് ദാറ്റ് ഫസ്റ്റത്തെ ഇനീഷ്യൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പ്രൊഡക്റ്റുള്ള കാര്യം റിയാക്റ്റൻ്റുള്ള കാര്യം നോക്കാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഒന്നിലധികം മോൾസിലേക്ക് ട്രാൻസ്ഫേർഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒന്നിലധികം ആറ്റംസിലേക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും സെയിം പരിപാടിയാണ്. ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ കണ്ടെത്താം. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല എത്ര മോൾസാണ് എത്ര മോൾസിലേക്ക് എത്ര മോൾസ് Mn+7 ആണ് മാറുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് ഇവിടെ 2 കറക്റ്റായിട്ട് വരുന്നുണ്ട്. 2 കറക്റ്റായിട്ട് വരുന്നത് മീൻസ് 2 Mn+7 ആയിരിക്കും 2 Mn2+ ആയിട്ട് മാറിയത്. അതേപോലെ ഒരു Mn+7 ആണ് ഒരു Mn+3 ആയിട്ട് മാറിയത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കറക്റ്റ് കണ്ടെത്താൻ പറ്റും. ഓക്കെ.